എല്ലാ മേഖലയിലും അതായത് ഇപ്പോ പിന്നെ പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞത് നമുക്ക് സ്വദേശീവൽക്കരണം അത് സോഷ്യൽ മീഡിയകളിൽ നമുക്ക് ഏറ്റവും അനിവാര്യം സ്വദേശീവൽക്കരണമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് സുരക്ഷാ കാര്യങ്ങളിലാണ്. ഇപ്പൊ നമ്മുടെ എല്ലാ സുരക്ഷയും അമേരിക്കയുടെ കയ്യിലാണ്. പിന്നെ ഈ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയ ഇപ്പോ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് എല്ലാം ഇപ്പോ അവരുടെ കയ്യിലാണ്. അത് അല്ലാതെ നമുക്കായിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വേണം. ഒരു ഡിജിറ്റൽ വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട് എന്നാണ് ഇപ്പോ പല റിപ്പോർട്ടുകളും പറയുന്നത്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമോ നരേന്ദ്രമോദി അന്നാ പ്രസംഗത്തിൽ സ്വദേശീവൽക്കരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും. നമ്മള് ഇന്ത്യക്കാരേക്കാൾ മുമ്പേ ഇന്ത്യക്കാർക്ക് വേണ്ടി ചിന്തിക്കുകയും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് നമ്മളെക്കാൾ മുമ്പേ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. സ്വദേശി ഈ സ്വദേശി സോഷ്യൽ മീഡിയ എന്ന മുദ്രാവാക്യമാണ് അന്ന് അദ്ദേഹം മുഴക്കിയത്. അദ്ദേഹത്തിൻ്റെ ധാരണ എന്തുമാത്രം ഗൗരവമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അത് GTRI എന്ന് പറയും. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ആഗോള സ്ഥാപനം, പ്രസിദ്ധമായ സ്ഥാപനമാണ്. അവരുടെ ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2024 വാർഷിക റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കാണുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഞെട്ടിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും മാത്രമൊന്നും ഇല്ലാന്ന് വെച്ചാൽ എന്നോ നമ്മൾ ഞെട്ടേണ്ടതാണ്. നമ്മളെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടുമാണ്. പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ ബോധ്യത്തിലേക്ക് നമ്മൾ പതുക്കെ ഉണരുകയായി. ഇപ്പോൾ സമ്പൂർണ്ണമായി ഉണരേണ്ടതുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കാര്യം ഇതാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സങ്കല്പ പ്രകാരം ബ്രിട്ടീഷുകാർ പോകണം, ഇന്ത്യക്കാർ ഭരിക്കണം, യൂണിയൻ ജാക്കിൻ്റെ കൊടി മാറണം, ത്രിവർണ്ണ പതാക വരണം, നമ്മുടെ ബ്രിട്ടീഷ് മഹാറാണിയുടെ തലയുള്ള നാണയങ്ങൾ പോയിട്ട് ഇന്ത്യയുടെ ചിഹ്നങ്ങളുള്ള നഖ്യങ്ങൾ, ഇന്ത്യൻ പട്ടാളം വരണം, ഇന്ത്യൻ പോലീസ് വരണം, ഇന്ത്യൻ സെക്രട്ടേറിയറ്റ് വരണം, എല്ലാം നമ്മുടേതാവണം, ഈ പ്രധാനമന്ത്രി എല്ലാം നമ്മുടേതാവണം. പുതിയ കാലത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേടിയ സ്വാതന്ത്ര്യം കഴിഞ്ഞ 78 കൊല്ലമായി നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. പക്ഷെ പുതിയ കാലത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ നമ്മൾ നമ്മുടെ ഓഫീസുകൾ സജ്ജീകരിക്കണം, നമ്മുടെ ജോലി എങ്ങനെ ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ ഏറ്റവും പുതിയ കാലത്തെ സമ്പത്തായ ഡാറ്റ ഇവിടെ തിരിച്ചു വെക്കണം, ആരുടെ നിയന്ത്രണം, ഇങ്ങനതൊക്കെ പുതിയ ഡിജിറ്റൽ പ്രക്രിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഡിജിറ്റൽ സോവറിനിറ്റി അതായത് ഡിജിറ്റൽ പരമാധികാരം നമുക്കുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ എങ്ങനെ സംസാരിക്കാം, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏത് ഡാറ്റ സ്വരൂപിക്കണം, അതെവിടെ സ്വരൂപിച്ച് വെക്കണം, അതിൻ്റെ സെർവർ ഏതാണ്, ക്ലൗഡ് ഏതാണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഏതാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? നമ്മളല്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു വിദേശ രാജ്യമാണെന്ന് പറഞ്ഞാലും മതിയാവില്ല. കൃത്യം പറഞ്ഞാൽ ആ മേഖല സമ്പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഒരു അമേരിക്കൻ കുത്തക കമ്പനികളാണ്. ഈ അമേരിക്കയോട് നമ്മളിപ്പോൾ മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നേർക്ക് നേരെ. ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാമെന്ന അജണ്ടയുമായി സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ലോകം മുഴുവൻ ചുറ്റുകയാണ്. ഇന്ത്യയാണ് അവരുടെ ടാർഗറ്റ്. ആ സമയത്ത് ഇപ്പോൾ അദ്ദേഹം കൈവച്ചിരിക്കുന്നത് നമ്മുടെ കച്ചവട മേഖലയിലാണ്, വ്യാപാരത്തിൻ്റെ താരിഫിലാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദഗ്ധരായ തൊഴിലാളികളെ, ഇന്ത്യൻ തൊഴിലാളികളുടെ നെഞ്ചത്താണ്. നാളെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം കൈവച്ചുകൂടാൻ എന്താണ് ഉറപ്പ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം എവിടെയുണ്ടോ അവിടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം ചെയ്യുന്നത് അവിടുത്തെ സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തുകൂടാതെ എന്താ ഉറപ്പ്? ഇന്ത്യയെ അന്ധകാരത്തിലാക്കാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റിനോ അമേരിക്കൻ കുത്തക കമ്പനികളോ തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ആലോചിച്ചു, എല്ലാ കമ്പനികളും ഇപ്പോൾ ധന്യനെ പറഞ്ഞ പോലെ എല്ലാ കമ്പനികളും അവരുടെ കയ്യിലാണ്. അപ്പോൾ അടിയന്തരമായി നമ്മൾ ഇതിന് ബദലുണ്ടാക്കണം. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പോക്ക് പോയാലുള്ള അപകടം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇന്ത്യക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ അപകടം, ഏതു നേരത്തും നമ്മുടെ സുരക്ഷാ ഭീഷണിയിലാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു അമേരിക്കൻ മുതലാളിക്ക് തീരുമാനിച്ചാൽ നമ്മളെ അന്ധകാരത്തിലേക്ക് ആഴ്ത്താം, നമ്മുടെ മുഴുവൻ സുരക്ഷയും പോയി കിട്ടും. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഇവരുടെ നമ്മുടെ ഡാറ്റ മുഴുവൻ അവരുടെ സെർവറിലും അവരുടെ ക്ലൗഡിലുമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡാറ്റ അവരുടെ കയ്യിലാണ്. ഡാറ്റയാണ് നമ്മുടെ അമൂല്യമായ സമ്പത്ത്. അത് അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, അവരുടെ കയ്യിലുള്ള ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനും. അവർ വിചാരിച്ചാൽ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെതിരായി ചിന്തിപ്പിക്കാനും കലാപം ഉണ്ടാക്കാനും കൂട്ടുകീറിയവൻ അതപ്പോൾ നേപ്പാൾ ഉണ്ട്, അതെ. അതും സാധ്യമാക്കാം. നാലാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ജനകീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇവിടുത്തെ ഡാറ്റ റേറ്റ് കുറഞ്ഞതുകൊണ്ടാണ്.
അത് ഈ ലോക മുതലാളിമാർ തമ്മിലുള്ള മത്സരത്തിൽ ഇപ്പോൾ റേറ്റ് താരതമ്യേന ഇന്ത്യക്ക് താങ്ങാവുന്നതാണ്. പല രാജ്യങ്ങൾക്കും വളരെ കൂടുതലാണ് കേട്ടോ. നമ്മുടെ റേറ്റ് തന്നെ ഇതേ റേറ്റ് ബംഗ്ലാദേശിൽ ചെല്ലുമ്പോൾ കൂടുതലാണ്. നേപ്പാളിൽ ചെല്ലുമ്പോൾ കൂടുതലാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് സാമാന്യേന ഇവിടുത്തെ സാധാരണ തൊഴിലാളിക്ക് പോലും ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ അഫോർഡബിൾ ആണ്. പക്ഷേ അത് ദീർഘകാലത്തേക്ക് നിന്നോളണമെന്നില്ല. നമ്മുടെ താരിഫ് 25% നിന്ന് 100%ലേക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുമെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ റേറ്റ്, ഇന്റർനെറ്റിൻ്റെ റേറ്റൊക്കെ ഏത് കൂട്ടാം? അതും നമ്മുടെ സാമ്പത്തിക ജീവിതം മുഴുവൻ അട്ടിമറിക്കപ്പെടും. അപ്പോൾ ഇത്തരം അപകടങ്ങളുള്ള സമയത്ത് നമ്മൾ ബദൽ പരിപാടികൾ ഉണ്ടാക്കണം. 3 തരത്തിൽ. ഒന്ന് അടിയന്തിരമായി ചെയ്യേണ്ടത് ഷോർട്ട് ടേം, രണ്ടാമത്തേത് മീഡിയം ടേം, ലോങ് ടേം. ഇങ്ങനെ പദ്ധതികൾ വേണമെന്ന് GTRIയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സ്വദേശീവൽക്കരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വേണം. അതൊരു അനിവാര്യമാണ്. കാരണം അമേരിക്കയും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല. അപ്പൊ എങ്ങനെയും നമ്മളെ കെണിയിൽ വീഴ്ത്താം, നമ്മളെ നശിപ്പിക്കാം എന്നതായിരിക്കും അമേരിക്കയുടെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ബുദ്ധിയുള്ള ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട്. ഇവരൊക്കെ അവരുടെ ബുദ്ധികൾ ഉപയോഗിക്കുന്നത് മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്ത് നിന്നാൽ അതിൻ്റെതായ സാമ്പത്തിക നേട്ടം അവർക്കില്ല എന്നുള്ളതാണ് അവരെയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും അവരുടെ കഴിവുകൾ അവിടെ പ്രയോജനപ്പെടുത്താനും അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അവരെയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി അവരെ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ അതിനെ വിനിയോഗിക്കാൻ സർക്കാർ ശ്രമിക്കാത്തത്? തീർച്ചയായിട്ടും സർക്കാർ ശ്രമിച്ചില്ല എന്നത് ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവാണ്. നിലപാടിൻ്റെ പ്രശ്നമാണ്. അത്തരൊരു ബോധവൽക്കരണം നമ്മുടെ ഗവൺമെന്റുകൾക്കുണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകും. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. മെയ്ക്ക് ഇന്ത്യ അല്ല, ആരെങ്കിലും വന്നിട്ട് അമേരിക്കൻ കമ്പനികൾ വന്നിട്ട് ഇന്ത്യയിൽ കമ്പനി തുടങ്ങിയിട്ട് ഇവിടെ എന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ ഒട്ടിക്കലല്ല നമ്മുടെ പണി. നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. എന്നിട്ടോ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കൊണ്ടുപോയി വിൽക്കുക. അതാണ് പോളിസി. അപ്പോൾ ആ പോളിസിയിലേക്ക് തന്നെ പറഞ്ഞാൽ വളരെ ശരിയാണ്, ആ മാറ്റം വരണം. ഇനി രണ്ടാമത്തെ, ഈ കുറേ അമേരിക്കൻ മുതലാളിമാരല്ലല്ലോ, ഇന്ന് ട്രില്യൺ കണക്കിന് ലാഭം ഉണ്ടാക്കിയിട്ട് ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന കമ്പനി. ആ കമ്പനികൾ പലതിൻ്റെയും നട്ടെല്ലാരാണ്? ഇന്ത്യക്കാരാണ്. അതിൻ്റെയൊക്കെ തലപ്പത്ത് 2 കമ്പനികൾ എടുത്തു. മൈക്രോ BD കൂട്ടുകാരനുണ്ടാക്കിയ കമ്പനിയാണല്ലോ. അവർക്ക് ലോകമില്ല, പുതിയ ലോകം അവരുടെ കയ്യിലാണ്. അതിൻ്റെ തലപ്പത്താരാ? ഒരു ഇന്ത്യക്കാരൻ. ഗൂഗിളിൻ്റെ തലപ്പത്ത് ലാറി പേജും കൂട്ടുകാരനും ഉണ്ടാക്കിയത്. അതിൻ്റെ തലപ്പത്താരാ? നന്നായിട്ട് നോക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ഒരു സത്യനാരായൺ നദല്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സിലുള്ള പയ്യന്, അവനാണ് ഒരു തലപ്പത്ത് എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു മാനേജറോ റീജിയണൽ മാനേജറോ അല്ല, CEO. അതിനേക്കാൾ വലിയൊരു പോസ്റ്റ് ഇല്ല. അപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിയ അമേരിക്കൻ മുതലാളിക്ക് മനസ്സിലായി ഏത് അമേരിക്കക്കാരനേക്കാളും ബുദ്ധിയും വിവരവും വിശ്വാസ്യതയും ഉണ്ട് ഇവന്. അവനെ ഏൽപ്പിച്ചു. ആലോചിച്ച് നോക്കൂ, ഇവനെ ഏൽപ്പിച്ചു. അതുപോലെ ഇവിടുന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോയ അണ്ണാച്ചിയാണ് സുന്ദർ പിച്ചൈ, സുന്ദരരാജൻ പിച്ചൈ എന്ന് അവൻ്റെ പേര്. അവനെ ഏൽപ്പിച്ചു. ഈ ഇന്ത്യക്കാരനെ തീരുമാനം. ആ ഇന്ത്യക്കാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ കുത്തക കോർപ്പറേറ്റ് ഭീമന്മാരുടെ തലപ്പത്തിരിക്കാമെങ്കിൽ അവരെ ആദരപൂർവ്വം കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ പണിയിച്ചൂടെ? അവരെ ചെയ്യിക്കാം, അവരെ മാതൃകയാക്കി മുഴുവൻ ചെറുപ്പക്കാരെ കൊണ്ടുവന്നൂടെ? അതാണ് ചോദ്യം. അതുകൊണ്ട് അത് അടിയന്തരമായി നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ രംഗത്തെ സമാന്തര സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ സിമ്പിളായിട്ട് അർത്ഥം ഇന്ത്യ അടിമത്തം തുടരും. ഡിജിറ്റൽ അടിമത്തം, ഡിജിറ്റൽ സ്ലൈവറി തുടരും. അത് അവസാനിപ്പിക്കണം. ദേശാഭിമാന പ്രചോദിതമായ ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ നമ്മൾ മുഴക്കേണ്ടത്, ഡിജിറ്റൽ സ്വരാജ്. സാങ്കേതികമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ഇന്ത്യൻ അമ്മമാർ ഉണരണം. മുഴുവൻ മക്കളുടെയും ബുദ്ധിയുള്ള മക്കളെ. നമുക്കിപ്പോൾ മാനുവൽ ജോബ് ചെയ്യാൻ പറ്റുന്ന പാവങ്ങളായ മനുഷ്യർ എവിടെയെങ്കിലും ജീവിച്ചോളൂ. ഇന്ത്യക്ക് വേണ്ടത് തലച്ചോറുകളാണ്. നല്ല ബുദ്ധിയുള്ള തലപ്പുകൾ മുഴുവനും ഇന്ത്യക്ക് കൊണ്ടുവന്ന് അടുത്ത 5 കൊല്ലത്തേക്കെങ്കിലും വേണ്ടി ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ മുഴുവൻ ബൗച്ചേക്ക് വിനിയോഗിച്ചില്ലെങ്കിൽ ഈ 5 കൊല്ലം വളരെ നിർണായകമാണ്. നാളേക്ക് വെച്ചാൽ വൈകും എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അമേരിക്ക നമുക്ക് എപ്പോൾ വച്ച് തകർക്കാമോ അതിന് അവസരം കാത്തിരിക്കുകയാണ്. ഭാഗ്യവശാൽ നമ്മുടെ വാല്, ഏറ്റവും പ്രധാനപ്പെട്ട നട്ടലിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ വാലിന്, അതിനുള്ള വാല് എന്ന് പറയാം, വാല് അമേരിക്കയുടെ അമ്മിച്ചുവട്ടിലാണ്. അത് നമുക്ക് കാണണം. അത് പക്ഷേ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നതാണ് ഇന്ത്യയുടെ ഒരു സൗഭാഗ്യം. ആ ഗവൺമെൻറ് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ചേർന്ന് സമാന്തരമായ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് മുൻകൈയെടുത്ത് ഇന്ത്യയെ സമാന്തരമായി, ഇന്ത്യക്ക് കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ?
നമ്മൾ ഒരു മേഖലയിൽ തെളിയിച്ചു, സാമ്പത്തിക രംഗത്ത്. കറൻസി ഇല്ലാത്ത ഒരു ഇന്ത്യ വരും എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഇയാൾ എന്ത് പൊട്ടത്തരാ പറയുന്നതൊക്കെ മോദിയെ കളിയാക്കിയിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? ഇന്ത്യയിലെ ഏത് മത്സ്യത്തൊഴിലാളിക്കും ഏത് ചുമട്ടുകാരനും ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ വെറും കൈയോടെ പോയാൽ മതി. പോക്കറ്റ് അടിച്ചു പോകുന്ന ആരും പേടിക്കണം. അങ്ങനെ വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് സാധ്യമാണ്. ഇന്ത്യ വിചാരിച്ചാൽ സാധ്യമാണെന്ന് സമീപകാലത്തെ UPI മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഗൂഗിൾ പേക്ക് പകരം നമ്മൾ എത്ര ഗൂഗിൾ പേ തുടങ്ങി ഇവിടെ? ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഉദാഹരണമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കും. വി വിൽ ആൻഡ് വി ക്യാൻ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിനുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തൊട്ട് ഈ പുതിയ GTRയുടെ റിപ്പോർട്ട് വരെ നമ്മളോട് പറയുന്നത്. പുതിയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നടന്നെടുക്കാൻ ഇന്ത്യക്കാർക്ക് വേണ്ടത് ആദ്യം നല്ല ബോധമാണ്, ലക്ഷ്യബോധമാണ്, ആത്മവിശ്വാസമാണ്, ആത്മവീര്യമാണ്. വീണ്ടെടുക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയട്ടെ. നമുക്ക് ഒരു പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി സ്വപ്നം കണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാം.